എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുങ്ങളെ വളർത്തി ഒരു പക്വതയിലേക്ക് അവരെത്തിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ നിതാന്തമായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെയും ജാഗ്രതയുടെയും ശ്രദ്ധയോടും കൂടിയിട്ടുള്ള ഇടപെടലിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭാവസ്ഥയിലേക്ക് കൂടെ കടന്നുപോയി പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ വളർത്തുന്ന രീതികൾ അമ്മമാർക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാർക്കും അമ്മൂമ്മമാർക്കൊക്കെ അറിയാൻ സാധിക്കും. വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണത്. പലപ്പോഴും ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുഞ്ഞ് മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞ് മരണപ്പെട്ടു. 5 മാസം പ്രായമുള്ള കുഞ്ഞ് മരണപ്പെട്ടു. 6 മാസം പ്രായമുള്ള കുഞ്ഞ് മരണപ്പെട്ടു. ഈ അടുത്ത അവസരങ്ങളിൽ പാലക്കാടുണ്ടായ ഒരു സംഭവം. 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടു. ഒത്തിരിയേറെ കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെ ഒക്കെ ഫലമായിട്ടാണ് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ താലോലിച്ച് കഴിയുന്നതിന് മുൻപേ വിടരാൻ കുതിക്കുന്ന പൂമുട്ടുകളെ പോലെ നിൽക്കുന്ന സമയത്ത് അവർ നമ്മളിൽ നിന്നും വിട്ടകലുന്നത് വലിയ വേദന ഉളവാക്കുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് സ്ഥിതി ചെയ്യുന്നത് മാമ്പ്രയിലാണ്. മാമ്പ്ര ഭൂരഹിത ഉന്നതിയിലെ ശങ്കരൻകുന്നിൽ വീട്ടിൽ അനൂപ് ട്രീസ ദമ്പതികളുടെ കൈക്കുഞ്ഞാണ്. 5 മാസമായിട്ടുള്ളൂ. ഈ കുഞ്ഞ് ഇന്ന് പുലർച്ചെ 3 മണി വരെ കളിയും ചിരിയുമായിട്ട് ഇരുന്നതാണ്. അതിനുശേഷം കുഞ്ഞിന് പാല് കൊടുത്ത് കിടത്തിയതാണ്. 7 മണിയായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് അനക്കമില്ല. മാതാപിതാക്കൾ ഉടനെ തന്നെ തൊട്ടടുത്ത ആശുപത്രിയായിട്ടുള്ള ദേവമാത ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അവിടെ എത്തുന്നതിന് മുൻപേ ആ കുഞ്ഞ് മരിച്ചിരുന്നു. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിൻ്റെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിനെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു. വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ്. തീർച്ചയായും ഈ കൈക്കുഞ്ഞുങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് പ്രതീക്ഷയുടെ ഫലമായിട്ട് മാതാപിതാക്കൾക്ക് കയ്യിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളെ താലോലിച്ച് കഴിയുന്നതിനേക്കാൾ മുൻപേ പക്ഷികളെ പോലെ പറന്ന് വേറൊരു ലോകത്തേക്ക് പോകുന്നൊരു സംഭവം. കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ മുലപ്പാൽ കുരുങ്ങി മരിക്കുന്ന ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ചില നിർദ്ദേശങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞുങ്ങളെ പാല് കൊടുത്തതിന് ശേഷം വേഗം കൊണ്ടുപോയി നേരെ കിടത്താതിരിക്കുക. അതിന് പകരം കുഞ്ഞുങ്ങളെ പാല് കൊടുത്തതിന് ശേഷം തോളിലിട്ട് പതുക്കെ തട്ടി ഒരു ഏമ്പക്കമൊക്കെ പുറത്തേക്ക് വിടിയിച്ചതിന് ശേഷം തല അല്പം ഉയർത്തി കുഞ്ഞുങ്ങളെ കിടത്താൻ ശ്രദ്ധിക്കുക. ഇനി ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന സംഗതിയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി ഈ ശിരസിലേക്ക് കയറുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യം, അപ്പോൾ ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. കുഞ്ഞുങ്ങളെ നമ്മുടെ കൈവെള്ളയിൽ, നമ്മുടെ കൈപ്പത്തിയിൽ കമിഴ്ത്തിക്കെടുത്തിയതിന് ശേഷം കുഞ്ഞുങ്ങളുടെ തല നെഞ്ചിനേക്കാളും സ്വല്പം താഴെയായിരിക്കണം. കുഞ്ഞുങ്ങളുടെ 2 തോളിനിടയിലും ഒരു 5 പ്രാവശ്യം പതുക്കെയും എന്നാൽ അല്പം ശക്തിയോടും കൂടി തട്ടുക. എന്നിട്ടും ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ കുഞ്ഞിനെ മലർത്തി കിടത്തി കുഞ്ഞിൻ്റെ നെഞ്ചുഭാഗത്ത് വിരലുകൊണ്ട് പതുക്കെ ഒരു 5 പ്രാവശ്യം അമർത്തുക. കുഞ്ഞിൻ്റെ വായിൽ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് പുറത്തെടുക്കുക. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലോ ശിശുരോഗ വിദഗ്ധനെയോ കാണിക്കുക. കുഞ്ഞുങ്ങളെ കിടത്തി പാലൂട്ടുന്നതിന് പകരം അല്പം ഉയർത്തി പാലൂട്ടാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങൾ പാൽ കുടിച്ച ഉടനെ തന്നെ കിടത്താൻ ശ്രമിക്കാതെ കുഞ്ഞുങ്ങളെ തോളിലിട്ട് പുറത്ത് അല്പം തഴുകി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും. പലപ്പോഴും ഈ തൊണ്ടയിൽ മുലപ്പാൽ കുരുങ്ങുന്നത് നമ്മൾ കിടത്തി പാൽ കൊടുക്കുമ്പോഴാണിത് ഈ പ്രശ്നം പലപ്പോഴും ഉണ്ടാകുന്നതായിട്ടാണ് ഞാൻ അമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതിപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്തകൾ വന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അനക്കം ഉണ്ടാവാതിരിക്കുക, അങ്ങനെ സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമിഴ്ത്തി കിടത്തി പുറത്ത് 1-2 പ്രാവശ്യം തട്ടിക്കഴിഞ്ഞാൽ ഇത് കുഞ്ഞിനെ നമുക്ക് ആ ശ്വാസം കിട്ടാനും ഒക്കെ എളുപ്പമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആ കാലത്തിൽ പൊതിഞ്ഞ ആ കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദരാഞ്ജലികൾ.